ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളൊന്നും ചെയ്യാത്ത നല്ലൊരു ലെയർ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ക്രീപ്പർ സാൻഡ്വിച്ച് എന്നോ അല്ലെങ്കിൽ ലെയർ ചിക്കൻ സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. പേരൊക്കെ നിങ്ങൾക്ക് എന്ത് വിളിക്കുക, പക്ഷെ കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പരത്തണ്ട, കുഴയ്ക്കണ്ട, ഇങ്ങനെ ഒന്നും വേണ്ട. നമ്മളെ ദോശ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ മൈദദോശ അല്ലേ ക്രീപ്പ്, അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊന്ന് ചെയ്തത് ഇവിടെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരട്ടെ. അപ്പൊ കണ്ടില്ലേ, ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ ഇതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. ഈ നോമ്പിനും എണ്ണയിലൊക്കെ പൊരിച്ചിട്ടുണ്ടാക്കുന്നതിന് പകരം ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ലെയർ ചിക്കൻ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ മൈദദോശയിലാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു മാവ് ഉണ്ടാക്കണം മൈദദോശക്ക് വേണ്ടിയിട്ട്. ചപ്പാത്തിയിലും ചെയ്യാട്ടോ. അപ്പൊ ഞാനിപ്പോ നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നതൊക്കെ നല്ല ഈസി അല്ലേ മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ ഒരു കപ്പ് നമ്മൾ മാവ് ഉണ്ടാക്കാൻ, ക്രീപ്പേഴ്സിന് മാവ് ഉണ്ടാക്കാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതാ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടെടുക്കണ്ടേ. ഇനിതാ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടെടുക്കട്ടെ. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര നിർബന്ധമല്ല, ചേർത്തിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതാ ഞാൻ ഇവിടെ എടുത്തത് നമ്മൾ ഒരു കപ്പ് മൈദക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവുമാണ്. ഇതിപ്പോ നിങ്ങൾക്ക് പാലില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം മാത്രം എടുക്കാം. പക്ഷെ പാൽ 1/2 കപ്പ് വെള്ളം 1/2 കപ്പ് എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശക്ക്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവുമാണ് എടുത്ത്. ഇതാ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കട്ടെ. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ കട്ടൊന്നും പാടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് അടിച്ചിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അങ്ങനെ വേണമെങ്കിലും അടിക്കാം. നന്നായി ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടിയത് കേട്ടോ. അപ്പൊ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തത് ചില പൊടിക്ക് ചിലപ്പം കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും, ചിലപ്പോൾ 2 ടേബിൾ സ്പൂണോടൊക്കെ എക്സ്ട്രാ വേണ്ടി വരും. ഇനി ഇതാ ഞാനൊരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉരുക്കി വെച്ചിട്ടുണ്ട്. ബട്ടറോ ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കേട്ടോ. ഞാൻ ബട്ടറൊക്കെ ഇതിൽ നന്നായിട്ട് യോജിപ്പിച്ച് ഇതുപോലുള്ളൊരു ബാറ്റർ നമുക്ക് വേണം കേട്ടോ. ഞാനിതൊന്നും ഇവിടെ മാറ്റി വെക്കട്ടെ. നമുക്കിനി ഫില്ലിങ്ങിനുള്ളത് തയ്യാറാക്കാം. ഇനി ഇതാ ചിക്കൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇനി ഇത് നമുക്ക് കുറച്ച് മസാലകളൊക്കെ പുരട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ അതിലേക്ക് ഞാനൊരു ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിയാണേ. അതേപോലെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ നീര്. ഇനി ഇതാ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. കാശ്മീരി ഇല്ലെങ്കിൽ അളവ് കുറയ്ക്കണം കേട്ടോ, നോർമൽ മുളക് പൊടിയാണെങ്കിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ നോർമൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ തേക്കുന്ന മസാല ആണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ചിക്കൻ്റെയോ ചിക്കൻ ടിക്കയോ അല്ലെങ്കിൽ അറബിക് ഫ്ലേവറോ ഫജീത്തെ അങ്ങനെ ഏത് വേണമെങ്കിലും മാറ്റട്ടോ. ഇതിനനുസരിച്ച് ഞാനിപ്പോൾ നോർമലി ചെയ്യുന്നത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇത് നമുക്ക് എന്താ എല്ലാം ചേർത്ത് കൊടുത്തു ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കേട്ടോ. ചിക്കനിലോട്ട് ഇതാ നന്നായിട്ട് മസാല ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇനി ഇതൊരു നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച മാവില്ലേ, ദോശമാവ്, അതുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാനൊരു ചെറിയ പാന് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാ ഇനി ഞാൻ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ചെറിയൊരു കയ്യിൽ, നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ചെറിയ തവിയിൽ, അതിന് ഇത്ര എടുത്തത്, അത് നിറയെയല്ല, ഈ ഒരു അളവ് എടുത്ത്. നമ്മൾ ദോശ വളരെ തിന്നായിക്കണം കേട്ടോ, കട്ടിയില്ലാതെ കട്ടിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. നടുവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ ഒഴിച്ചതൊക്കെ അങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മൈദ ആയതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മറ്റേ ഭാഗം ഒന്ന് വേവിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതാ മറ്റേ ഭാഗമായി ഞാനിതൊന്ന് എടുത്തു മാറ്റിട്ടെ. ഇതാ കണ്ടോ, ഇതുപോലത്തെ ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. എല്ലാം ചുട്ടെടുക്കട്ടെ. ഇതാ എല്ലാം ഉണ്ടാക്കി പെട്ടെന്നാവും കേട്ടോ. ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു കപ്പ് മൈദയെന്ന് കേട്ടോ. അപ്പം അതൊന്ന് ചൂട് തണിയാൻ ഇവിടെ മാറ്റി വെക്കട്ടെ. ആ സമയത്ത് നമ്മുടെ നേരത്തെ ചിക്കൻ പുരട്ടി വെച്ചില്ലേ, അത് വെച്ചിട്ട് മസാല ഉണ്ടാക്കാം.
മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂണ് നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ ഇട്ട് ഒരു 2 മിനിറ്റ് അത്യാവശ്യം നല്ല ഫ്ലെയിമിലൊക്കെ വെച്ച് അപ്പോൾ ചിക്കൻ വെള്ളം ഇറങ്ങി തുടങ്ങി. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് ക്യാപ്സിക്കും സവാളയും ഒത്തിരി ഉള്ളൂ കേട്ടോ, 4 1 ഉള്ളൂ സവാള. അതേപോലെ തന്നെ 1/4 ഭാഗം ക്യാപ്സിക്കം ഉണ്ട്. കളറൊക്കെ ഇഷ്ടമുള്ള എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണേ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ചിക്കൻ്റെ കൂടെ ഇട്ട് വഴറ്റി കൊടുക്കും. നമ്മുടെ ചിക്കനും ക്യാപ്സിക്കും ഒന്നിനൊക്കെ നന്നായി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ. പിന്നെ വേണമെങ്കിൽ എരിവ് വേണം തോന്നുകയാണെങ്കിൽ പെപ്പറോ പച്ചമുളക് നമ്മൾ ഇതിലിട്ടില്ലല്ലോ, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, കാരണം കുട്ടികളുള്ളതുകൊണ്ടേ അധികം എരിവ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യട്ടെ. ഇനി തീ ഓഫ് ചെയ്തു. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചൂട് തണിയാൻ വെക്കാം. ഇതല്ല നിങ്ങൾക്ക് നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും മതി കേട്ടോ. പക്ഷെ അതിലും ടേസ്റ്റി ചിക്കൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലെയർ സാൻഡ്വിച്ച് ലെയർ ക്രീപ്പേഴ്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ അതിൽ ഫില്ല് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളടുത്ത് ചിക്കൻ്റെ കൂടെ, ചിക്കൻ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ, അപ്പം അതിൻ്റെ കൂടെ 2 മുട്ട പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി തക്കാളി, ഒലീവ്, നമ്മളെ ലെറ്റ്യൂസ്, എന്താണോ നിങ്ങളെ കയ്യിൽ, കുക്കുംബറോ ക്യാരറ്റോ എന്താണോ ഉള്ളത് അത് എടുത്തോളൂ കേട്ടോ. പിന്നെ 2 ഫ്ലേവർ, ഒന്ന് വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ, ഒന്ന് ചില്ലി ഫ്ലേവർ, 2 ടൈപ്പ് മയണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മോസറല്ല ചീസാണ് എടുത്തത്. നിങ്ങൾക്ക് വേണേൽ ചീസ് സ്ലൈസോ ക്രീം ചീസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ള അത് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ, സൈഡ് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി മൈദ എടുത്തിട്ട് ഇത്തിരി വെള്ളവും കൂട്ടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചിക്കൻ ആട്ടോ. ഇത് ഞാൻ ആ ചൂടോടെ തന്നെ നമ്മളെ തവി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താണ്. പിന്നെ അപ്പം കട്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അങ്ങ് ചിക്കൻ ഒന്ന് മുറിഞ്ഞ് ചെറിയ പീസുകളായി കിട്ടും. അപ്പം നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും കണ്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ദോശ എടുത്തിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡ് മേലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫില്ല് ചെയ്യാൻ പോവാം. നമ്മൾ പറഞ്ഞു ലെയർ ക്രീപ്പേഴ്സ് ആണ്. അപ്പോൾ ലെയർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ സെൻറ്ററിന് ഇങ്ങനെ കത്തിയോണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ മൈദൻ്റെ പേസ്റ്റിൽ ഈ സൈഡ് കൂടെ ആദ്യം തന്നെ അങ്ങ് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് തേക്കുമ്പോൾ ഒത്തിരി പണിയായിരിക്കും. ഇതിലും ഭേദം നമുക്ക് ആദ്യം അങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇത്തിരി മയണൈസ് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ആ കീറിയൻ്റെ തൊട്ട ഭാഗം എന്ന് വെച്ചാൽ 4 ഫില്ലിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് എന്താണെന്നറിയോ, 4 ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രീപ്പറിൻ്റെ ദോശൻ്റെ 4/1 ഭാഗത്തേക്ക് നമുക്ക് ഈ മയണൈസ്, അത് ഈ മൈദൻ്റെ പേസ്റ്റ് തേച്ചെടുത്തേക്ക് ആക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മയണൈസ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കെച്ചപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ചീസിന്റെ സ്ലൈസ്, ഈ നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ മടക്കും നമ്മൾ ആ സമയം, അതുകൊണ്ട് നമ്മൾ മടക്കുമ്പോൾ ഇവിടെ ചിക്കൻ ആക്കരുത്. ഇതുപോലെ എന്തെങ്കിലും ചീസ് സ്ലൈസ് വെക്കുക, മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതേപോലെ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ച് നമ്മൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ചിക്കൻ നീങ്ങി പോവല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റിൽ ചിക്കൻ വെച്ച് കൊടുക്കരുത്. ഇനി നമുക്ക് ഇവിടെ ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ വെക്കാൻ പോകുന്നത്, അടുത്തതിൽ വെക്കുന്നത് തക്കാളിയും ഇത്തിരി അവോക്കാഡോന്റെ സ്ലൈസസും ആണ്. അപ്പം നിങ്ങൾക്ക് തക്കാളി വെക്കാം, ഒലീവ് വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇന്നതൊന്നുമില്ല. ഇനി അവിടെ ചിക്കൻ തന്നെ മതിയെങ്കിൽ അത് വെച്ച് കൊടുക്കുകയും ചെയ്യേ. ഇപ്പം അതിൻ്റെ മേലെ ഒരു തക്കാളിൻ്റെ പീസ് കൂടെ വെച്ചെടുക്കട്ടെ. ഇനി 4ാമത്തെ പോർഷൻസ്, അവിടെ നമുക്ക് മോസറല്ല ചീസ് സ്പ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പം 4 ചീസ് ഉണ്ട്, സാലഡ് ഉണ്ട്, മീറ്റ് ഉണ്ട്, അതേപോലെ സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും മയണൈസോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമുണ്ട്. അപ്പം 4 പോർഷൻസും ആയി. ഇനി ചീസിൻ്റെ മേലെ നിങ്ങൾക്ക് കുരുമുളകോ, ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെ, ഒന്നും ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. ഇനി നമുക്കിത് ലെയർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ മയണൈസ് ഉള്ള പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ മയണൈസുള്ള പോർഷൻ ചിക്കനിലിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കാൻ പറ്റൂല. മയണൈസിൻ്റെ മുകളിൽ ഞാൻ ഇത്തിരി ഒലീവ്സ് ഇട്ടൊക്കെ, അപ്പോൾ അങ്ങ് നീങ്ങി പോവല്ലോ. ഇനി അടുത്തതിലേക്ക് കണ്ടോ.
പിന്നെ ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇതാ ഇങ്ങനെ കിട്ടി. ഇനി ഇതാ സൈഡിലൊക്കെ നമ്മൾ മൈദേൻ്റെ പേസ്റ്റ് ഇല്ലായിരുന്നോ, അത് വേണേൽ മടക്കിയിട്ടോ ഉള്ളോട്ടാക്കി എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം പോലെ അങ്ങോട്ടിച്ചു കൊടുക്കുക. പിന്നെ അതാ ചീസിൻ്റെ ഈ ഭാഗമുണ്ട്, അവിടെ നമുക്ക് ഇത്തിരി കൂടി ഇതാ ഈ സൈഡിൽ കൂടെ ആക്കിയിട്ട് അതും അങ്ങോട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അങ്ങോട്ടി നിന്നോളൂ. അപ്പം കണ്ടില്ലേ നമ്മുടെ ക്രീപ്പർ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണേ. ഇതൊന്ന് നമുക്ക് ഇനി ഒരു ചെറിയ പണിയോടുണ്ട്. ഒന്ന് തവയിലിട്ടിട്ട് എടുക്കണം, അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കറിലിട്ടിട്ട് ഒന്ന് എടുക്കണം, ഒന്ന് ചൂടാക്കി ഒന്നിച്ചൊന്ന് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം അതുപോലെ ആദ്യം ഞാൻ എല്ലോ ആക്കി വെച്ചാൽ നമുക്ക് ഒരുമിച്ച് തവയിലിട്ടിട്ട് അങ്ങ് ചെയ്തെടുക്കാം. അപ്പം അതാ മുട്ട വെച്ചിട്ട് ചെയ്തതിൻ്റെ. അപ്പം ഇതുപോലെ ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ബാക്കിയൂടി ഞാൻ ചെയ്തെടുക്കട്ടെ. കണ്ടില്ലേ, എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടോ. പല ഫില്ലിങ്ങും ആണ് ഉള്ളിൽ, കണ്ടല്ലേ അല്ലേ? എന്താ ഇതുപോലെ ഒട്ടിച്ചൊക്കെ നല്ലതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒത്തുവിടുന്ന തവ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഞാനൊരു തവ വെച്ചിട്ട് അതിൽ ഇത്തിരി ഓയിലൊന്ന് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മുടെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊക്കെ ഓരോന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ചീസ് വെച്ച ഭാഗം ആദ്യം അടിയിലേക്ക് വെച്ചാൽ ചീസ് മെൽറ്റായിട്ട് പെട്ടെന്ന് അവിടെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് മറിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത്തിരി ബട്ടറോ നെയ്യോ ആക്കി കൊടുക്കാം തിരിയൂടി. അപ്പം നല്ലൊരു മുരിഞ്ഞ കളറും വരും. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ അപ്പം മറ്റേ ഭാഗമായി ഉണ്ടാവും. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് എടുക്കട്ടോ. ഇനിയും നല്ല കളർ വേണമെങ്കിലും കുറച്ചുകൂടി വെച്ചൊക്കെ എടുക്കൊന്ന് തിരിച്ചിട്ട് എടുക്കണേ. ഞാൻ തീ ഓഫ് ചെയ്യാനേ. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ എല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഈ തവയെ ചെയ്യണമെന്നില്ല. സാൻഡ്വിച്ച് മേക്കറോ ടോസ്റ്ററോ ഉണ്ടെങ്കിൽ അതുപോലെ ഞാൻ ജസ്റ്റ് ടോസ്റ്ററിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ കണ്ടോ. നമ്മൾ ഓൾറെഡി ഈ ദോശ ചുട്ടപ്പോൾ ദോശൻ്റെ മാവ് ഉണ്ടാക്കിയപ്പോൾ ബട്ടർ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് പിന്നെ ബട്ടർ ഒന്നും വേണമെന്നില്ല. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട്. മറ്റേതും അടിപൊളിയായിട്ട്, അതിനൊരു കുഴപ്പമില്ല. നമ്മൾ തവയിൽ ചെയ്തതാ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടം. നമ്മൾ എന്നും കഴിക്കുന്നത് ഒരു വെറൈറ്റി ആവും. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.